അങ്ങനെ പോന്ന് അവസാനം നമ്മള് ആ റോഡ് എങ്ങോട്ടത്? അത് ഒന്ന് കിടക്കുന്നത് പുലയൻപാറ സബ് സ്റ്റേഷന്, ആനമട ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് ആനമട, സിത്താർകുണ്ട്, ഗ്രീൻലാൻഡ് ആനമട ഇങ്ങോട്ട്. പിന്നെ അങ്ങോട്ടാണെങ്കിൽ കൊശവൻപാറ, കാരപ്പാറ. അപ്പൊ നമ്മൾ ആദ്യം വലത്തോട്ട് പോകും. കൈക്കാട്ടി പുലയൻപാറ. ഇതിനുള്ളിൽ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓ ഇതിന്റെ മുകളിൽ ഇങ്ങനൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലേ റോഡിലെ ഒരു പ്രത്യേക വൈബ്. ഒരുപാട് കാണാണ്ട് പാർട്ടാക്കിട്ടിടും ഞാൻ. കോടമഞ്ഞിനോഹോയ് കാട്ടുപോത്ത് വെള്ള കാട്ടുപശു. കാട്ടുപശു ജനവാസമുണ്ടോ? ജനവാസ കേന്ദ്രം തന്നെ അല്ലേ? വെറുതെ ഓരോന്ന് മോഹിപ്പിച്ചിട്ട് വ്യൂ പോയിന്റ്. ഇവിടെ 3 വ്യൂ പോയിന്റ് ഉള്ളൂ. ഇവിടെ ജനവാസം എന്ന് പറഞ്ഞാൽ ആദിവാസികളല്ലാതെ ആരുണ്ടാവില്ല. അല്ലല്ല, ആദിവാസികളല്ല, നമ്മൾ സാധാ നോർമൽ ആൾക്കാർ. ചങ്ങായി ഇവിടെ നോർമൽ ആൾക്കാരുണ്ടെങ്കിൽ അവര് വാടക കണിക്കാർ അല്ലെങ്കിൽ അല്ലടാ സാധിക്കേ തങ്ങളെ ആദിവാസി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള ജാതിക്കാർക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കിട്ടൂല. ഇവിടെ ഇത്രയും സെറ്റപ്പ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ താമസം ഉണ്ട്, ജനവാസം ഉണ്ട്. ജനവാസ കേന്ദ്രമാണ്. ജനവാസമല്ല, ഞാൻ പറഞ്ഞിട്ട് കേട്ടോളി. ഇവിടെ 100 ഏക്കർ 200 ഏക്കർ 300 ഏക്കർ ഓരോ മുതലാളിമാര് പാട്ടക്കരാർ എടുത്തുകൊണ്ട് അവിടെ ഇവിടെ ക്രിസ്ത്യൻ പള്ളിയൊക്കെ മുതലാളികളെ താമസമുണ്ട്. ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അത്ര ഈ ക്രിസ്ത്യൻസിന്റെ ടീംസിന്റെ അടുത്താണ് ഈ പാട്ടക്കരാർ എടുക്കുന്നത്. റിസോർട്ടും കാര്യങ്ങളും 300 ഏക്കർ 500 ഏക്കറൊക്കെ അതിന്റെ തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കാലാകാലമായി തലമുറയായിട്ട് വന്ന ബ്രിട്ടീഷിന്റെ കാലം മുതൽ പിടിച്ചടക്കിയ തോട്ടങ്ങളാണ്. സർക്കാരിന്റെ ഫോറസ്റ്റ് ഭൂമി. സർക്കാരിന് വരുമാനം കിട്ടുന്നതുകൊണ്ട് സർക്കാർ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ടേ പോവാണ്. പാട്ടക്കരാർ കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട്. ഭൂമി കച്ചവടക്കാരൻ ഇവിടെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. കുതിര ഇതല്ല കുതിരയാണ്. കൊണ്ട് നിങ്ങളെ പറയിപ്പിക്കരുത്. ടീ ഫാക്ടറി എസ്റ്റേറ്റ് ആണ്. ഏതാ? ഗാർഡൻ ഫ്രഷ് ടീ ഫാം. അപ്പുറത്തും റോഡൊന്നും കാണില്ലല്ലോ. ഈ റോഡ് തന്നെയല്ലേ കാണുന്നത്? ഇതിങ്ങനെ വ്യൂ പോയിന്റ് ഇങ്ങനെ പോകും. ഫോട്ടോ കണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പോവാ. വ്യൂ പോയിന്റ് ഒന്നും ഞാൻ കാണുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നത്. ആയിക്കോട്ടെ. നമുക്ക് വ്യൂവേഴ്സിനാണ് ആവശ്യം. അവർക്ക് ഭാഷ തിരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമേ അല്ല. ഹേ ബൈജാൻ പൂരാതേക്കോ ടീ ഫാക്ടറിയെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താ ഇവിടുന്ന് കാണാൻ എന്താ ചൊർക്ക്. ഹേ ഭഗവാൻ, ഹേ പ്രഭു എന്ന് വെച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഹേ ഭഗവാൻ. നമ്മൾ അവിടെ പോയി ഒന്നും കണ്ടില്ല. ഇനി ഇവിടെ വരാം, ഈ റോഡിന് പോയി നോക്കാം. അവിടെ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ തേയിലത്തോട്ടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വ്യൂ പോയിന്റ് ഒക്കെ കാണണ്ടേ അവിടെ? എനിക്ക് തോന്നുന്നു പൈസ കൊടുക്കേണ്ടി വരും. കാശ് കൊടുക്കുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ നിൽക്കൂല. നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങാന്നല്ലാണ്ട് വേറൊരു പരിപാടി ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ റോഡൊക്കെ നല്ല റോഡാണ് അല്ലേ? നല്ല റോഡുകളാണ്. വണ്ടി അടുക്കൂട്ട വണ്ടി ആവുന്നില്ല. ചെക്കന്മാരാണ്. നമ്മൾ ഗവിക്ക് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് അതാ കുത്തി മറിച്ചിട്ടണ ഇവിടെ. ആശാന്മാർ ഇവിടെ ഉണ്ട്. നല്ല രസമുള്ള റോഡാണ്.
റോഡ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പുറത്തെ സൈഡ് ചായത്തോട്ടാണെങ്കിൽ ഇവിടെ കാപ്പിത്തോട്ടാണ്. അതാ വരുന്നത് അടുത്തത്. ഐതിനാഥം, അത് എൻ്റെ കുട്ടീൻ്റെ പേരാണല്ലോ. എൻ്റെ കുട്ടീൻ്റെ പേരാണല്ലോ അത്. എൻ്റെ ചെറുക്കൻ്റെ പേരാണല്ലോ. ഇവിടെ ഈ കാണുന്ന വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇത് ഉള്ളിലേക്ക് കുറേ ഉണ്ടല്ലേ, ടൗണ് പോലെ. ഇവിടൊക്കെ എന്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒറ്റപ്പാലം വഴി പോണ്ടേ? എന്തിന്? നാട്ടിക്ക് ഒറ്റപ്പാലം ഷൊർണൂർ ഒറ്റപ്പാലം വഴി പോകും. ഇവിടെ 4x4 വെച്ച് വന്നിട്ടേ കാര്യമുള്ളൂ. അതായത് ഇവിടെ വ്യൂ പോയിന്റിലൊക്കെ പോകണമെങ്കിൽ എത്ര പോകാൻ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജിക്ക് 14 കിലോമീറ്റർ. ആ നമ്മൾ വന്ന റൂട്ടിന് തന്നെ. നമ്മൾ അത്യാവശ്യം ഓടിയില്ലേ ഏട്ടാ, നമ്മൾ കണ്ടോ ഒക്കെ ചായത്തോട്ടം കണ്ടു പോകുന്നല്ലാണ്ട്. താമരക്കുളം അതിന്റെ നമ്മൾക്ക് ഏതോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞത്, എവിടെയാണാവോ പോയി വെക്ക. അപ്പൊ ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ 1850 റുപ്യ പാസ് എടുക്കും. അതൊക്കെ എടുത്ത് 1850 റുപ്യ പാസ് എടുക്കും. അതിന് നമ്മള് ജീപ്പ് എടുത്ത് പോന്നാ മതിയല്ലോ അല്ലേ. മുന്തിരി തോട്ടാണ്. ഗൈസ്, ആര് വന്നാലും ഇവിടെ വരികയാണെങ്കിൽ ജീപ്പായിട്ട് വരിക വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ. കാരണം റോഡ് മൊത്തം ഓഫ് റോഡാണ്. നമ്മൾ കയറി ഇറങ്ങി അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയില്ല. കാരണം നടന്നു പോകണമെങ്കിൽ അത്യാവശ്യം നടക്കാണ്ട് 14 കിലോമീറ്ററൊക്കെ ഹാങ്ങിങ് ബ്രിഡ്ജിക്ക് നടക്കാണ്ടായിരുന്നു. അല്ലാതെ വണ്ടി പോകില്ല. അപ്പം വരുന്നവർ ജീപ്പ് എടുത്ത് പോന്നാൽ 4x4 വണ്ടി എടുത്ത് പോന്നാൽ അവർക്ക് പൊളിക്കാം. ഇതുപോലെ ജീപ്പുകൾ ഉണ്ടാവും. 1850 റുപ്യ എടുത്താൽ സെറ്റ്. കടകളുണ്ട്, സാധനം വാങ്ങുക, തിന്നുക, കുടിക്കുക ഒക്കെ ഉണ്ട്. വിട്ടോ 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 ചിരിച്ചെടുക്കും ഞാൻ. അല്ലാണ്ട് വേറൊരു രക്ഷയില്ല. എൻ്റെ അടുത്ത് കായില്ല. നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഓഫ് 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 കണ്ടോ? വണ്ടിൻ്റെ ടയർമൊക്കെ നോക്കിയാൽ മനസ്സിലാവും സാധാ വണ്ടി പോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ 4x4 വണ്ടി എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ജീപ്പ് ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് 1800 റുപ്യ ഒരു വണ്ടിക്കാണ് റേറ്റ്, ഒരാൾക്കല്ല. അപ്പോൾ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. അല്ലാണ്ട് ഇവിടെ വന്നാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചുരം കയറി ഇറങ്ങുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി പ്ലാനൊന്നുമില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.